സ്വദേശികളെക്കാൾ കൂടുതൽ പ്രവാസികളുള്ള ഒരു രാജ്യമാണ് UAE. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, പലതരത്തിലുള്ള സംസ്കാരം, ഇതെല്ലാം ഒത്ത് ഇടപഴകിയാണ് ആ രാജ്യത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസ നിയമങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റങ്ങളും ഉള്ളവയെ പരിഷ്കരിക്കലും എല്ലാം UAE ചെയ്യാറുണ്ട്. അത്തരത്തിൽ വിസ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ UAE കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് താൽക്കാലിക വിസ വിലക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. നമുക്കെന്തായാലും അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. UAE താമസിക്കുന്ന പ്രവാസികൾക്കും അവിടേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന സന്ദർശകർക്കും നിക്ഷേപകർക്കും ഒരേപോലെ നിർണായകമായ വൻ മാറ്റങ്ങളാണ് 2026 പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. വിസ നടപടികൾ ലളിതമാക്കിയതു മുതൽ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയുള്ള കടുത്ത തീരുമാനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യാത്ര സുഗമമാക്കുന്ന ഈ പുതിയ ഇളവുകളും അല്ലാതെ ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്കുകളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് എബോള ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള വിസകൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ്. വൈറസ് വ്യാപനം തടയുന്നതിന്റെ മുൻകരുതലിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പുതിയ വിസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചത്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റിയും ICPയും സംയുക്തമായിട്ടാണ് ജൂൺ 6 മുതൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആരോഗ്യ സാഹചര്യങ്ങൾ വിലയിരുത്തി മാത്രമായിരിക്കും ഇതിൽ തുടർന്നുള്ള തീരുമാനമുണ്ടാവുക. ഇനി രണ്ടാമത്തതിലേക്ക് വന്നാൽ, ഓണറബിൾ വിസ ആനുകൂല്യം കൂടുതൽ രാജ്യങ്ങളിലുള്ളവർക്ക് ലഭിക്കും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി 14 ദിവസത്തെയും 60 ദിവസത്തെയും UAE എൻട്രി വിസയ്ക്കുള്ള അർഹത 6 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് കൂടി വ്യാപിപ്പിച്ചു. മുൻപ് പ്രത്യേക നിബന്ധനകളോടെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമായിരുന്ന ഈ ആനുകൂല്യം ഇനി മുതൽ ഇന്തോനേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, കെനിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ലഭിക്കും. കൂടാതെ അപേക്ഷകർക്ക് US, UK, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നീ രാജ്യങ്ങളിലെ സാധുവായ റെസിഡൻസി ഉണ്ടെങ്കിലും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. UAEയിലെ എമിഗ്രേഷൻ നടപടികൾ കൂടുതൽ ഉദാര്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 6 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് കൂടി പുതിയതായി താൽക്കാലിക എൻട്രി വിസയ്ക്കുള്ള അനുമതി നൽകിയത്. UAE സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസകൾ ഇനി മുതൽ 48 മണിക്കൂറിനുള്ളിൽ അനുവദിക്കും. അംഗീകൃത ടൂറിസം ഓഫീസുകൾ വഴിയോ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA വഴിയോ അപേക്ഷിക്കുന്നവർക്കാണ് 30 ദിവസം മുതൽ 60 ദിവസം വരെ കാലാവധിയുള്ള ഈ വിസകൾ അതിവേഗം കിട്ടുക. വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി സന്ദർശക വിസകളുടെ വിതരണ സമയം അധികൃതർ ഗണ്യമായി കുറച്ചിരിക്കുന്നുവെന്ന് ചുരുക്കം. അംഗീകൃത ഏജൻസികൾ വഴിയോ ഔദ്യോഗിക പോർട്ടൽ വഴിയോ വേണം അപേക്ഷിക്കാൻ. അപേക്ഷ സമർപ്പിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ യാത്രാ അനുമതി ലഭിക്കും. ദീർഘകാലം UAEയിൽ തങ്ങാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. അടുത്തത് പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതാണ് ഇനി 4ാമത് പറയുന്നത്. പ്രോപ്പർട്ടി നിക്ഷേപകർക്കുള്ള 2 വർഷത്തെ വിസ നിയമം പരിഷ്കരിച്ചു. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് 2 വർഷത്തെ വിസ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകളിൽ ദുബായ് അധികൃതർ മാറ്റം വരുത്തിയിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന 7,50,000 ദിർഹത്തിന്റെ കുറഞ്ഞ വസ്തുമൂല്യം എന്ന നിബന്ധന വ്യക്തിഗത നിക്ഷേപകർക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അപേക്ഷകൻ വസ്തുവിന്റെ പൂർണ്ണ ഉടമയായിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട്. അതേസമയം ഒന്നിലേറെ ആളുകളുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള വസ്തുവാണെങ്കിൽ വിസയ്ക്ക് അർഹത നേടാൻ ഓരോ നിക്ഷേപകന്റെയും വിഹിതത്തിന് കുറഞ്ഞത് 4 ലക്ഷം ദിർഹം മൂല്യമുണ്ടായിരിക്കണം. ഇനി 5ാമത്തതിലേക്ക് വരാം. അത് ഓവർസ്റ്റേ പിഴയെക്കുറിച്ചുള്ളതാണ്. വ്യോമപാതകൾ അടച്ചതും വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതും കാരണം വിസ കാലാവധി കഴിഞ്ഞിട്ടും പിഴയിൽ നിന്ന് താൽക്കാലിക ഇളവ് ലഭിച്ചിരുന്ന സന്ദർശകർക്ക് ICP 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം മാറിയതിനാൽ ഇളവ് ലഭിച്ചവർ ജൂലൈ 9-നകം തന്നെ വിസ നിയമവിധേയമാക്കുകയോ UAE വിട്ടുപോവുകയോ ചെയ്യണം. നിങ്ങൾക്കറിയാലോ, നേരത്തെ പശ്ചിമേഷ്യ സംഘർഷഭരിതമായിരുന്നു. ആ സമയത്ത് വിമാന സർവീസുകളൊക്കെ വെട്ടിക്കുറയ്ക്കുകയും പല റൂട്ടുകളിൽ നിർത്തിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ സാഹചര്യമെല്ലാം ഇപ്പം മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് UAE കടക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തേതിലേക്ക് വരാം. സ്മാർട്ട് മെഡിക്കൽ വിസയുടെ കാര്യമാണ് അവസാനമായി പറയാനുള്ളത്. ദുബായിലെ ചികിത്സയ്ക്കായി എത്തുന്ന രാജ്യാന്തര രോഗികൾക്കായി സ്മാർട്ട് മെഡിക്കൽ വിസ സംവിധാനം വികസിപ്പിക്കുകയാണ്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയും GDRFAയും ഒപ്പുവെച്ച ധാരണാപത്രം അനുസരിച്ച് രോഗികൾ ദുബായിൽ എത്തുന്നതിന് മുൻപുള്ള വിസ നടപടികൾ മുതൽ ചികിത്സയും തുടർ പരിചരണവും വരെയുള്ള സേവനങ്ങൾ ഡിജിറ്റലായിട്ട് സംയോജിപ്പിക്കും. എന്തായാലും വിസ നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റവും പുതിയതായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളും ഒക്കെ പ്രത്യേകം പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിസയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരെ പലപ്പോഴും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ മാറിയ നിയമങ്ങളും പരിഷ്കരിച്ച നിയമങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക.